PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th സ്റ്റാൻഡേർഡിന്റെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഫോർമുലാസ് ഞാൻ പറഞ്ഞു. സമ്മ് കാണാനുള്ള, തുക കാണാനുള്ള ഫോർമുല അല്ലെ. എന്തായിരുന്നു തുക കാണാനുള്ള ഫോർമുല? ഓഡ് നമ്പേഴ്സിന്റെ n സ്ക്വയർ, then ഈവൻ നമ്പേഴ്സിന്റെ പറഞ്ഞു n into n plus 1, പിന്നെ ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ, 1 മുതൽ തുടർച്ചയായിട്ട് വരുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തുക കാണാൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഫോർമുല അതാണ്. ഏതാ? ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും n/2 into എന്താ ഫോർമുല വേണ്ടത്? നമ്മൾ ഈ കണക്കുകളൊക്കെ ചെയ്യുന്നത് ആ ഫോർമുല വെച്ചിട്ടാണ്. വേറൊരു ഫോർമുല വെച്ച് കൂടി നമുക്ക് ചെയ്യാം, പക്ഷെ ഇവിടെ നമ്മൾ ഈ ഫോർമുല വെച്ചാണ് ടെക്സ്റ്റ് നമുക്ക് n/2 into n into n plus 1 n into n plus 1/2. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കണ്ട നമ്മുടെ ഫോർമുല. ഇനി ഈ ഫോർമുല വെച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് കണക്ക് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ്. പേജ് നമ്പർ 35 കേട്ടോ. പേജ് നമ്പർ 35 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് അരിതമെറ്റിക് സീക്വൻസ് ബിലോ. കുറച്ച് സീക്വൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 11, 22, 33. ഇതാണ് സീക്വൻസ് കേട്ടോ. ഈ സീക്വൻസില് 25th ആദ്യത്തെ 25 പദങ്ങളുടെ തുക നമ്മൾ കാണും. അപ്പൊ തുക എത്രയാണ്? 25 പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അതിനെ നമ്മൾ ഫസ്റ്റ് x1 എഴുതാം. x1 എത്രയാ? n/2. n കിട്ടി നമുക്ക്. x1 എത്രയാണ്? 11 കിട്ടിയിട്ടുണ്ട്. n എത്രയാണ് തന്നത്? n നമുക്ക് തന്നിരിക്കുന്നത് 25 പദങ്ങളാണ്. 25 പദങ്ങൾ. ആദ്യത്തെ പദം 11, 25 പദങ്ങളുടെ തുക കാണും. അപ്പൊ 25 നമ്മൾ ഈ ഫോർമുല വെച്ചല്ല ഇവിടെ ചെയ്യുന്നത് കേട്ടോ. n into n plus 1/2 നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിലാണ്. പക്ഷെ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണ്? x1 plus xn. ആദ്യത്തെ പദവും അവസാനത്തെ പദവും കിട്ടണം. ഇത് ഈ ഫോർമുല വെച്ചിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോർമുല വെച്ച് ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള ഫോർമുല. ഇപ്പൊ ഒറ്റ നമ്പർ ആണെങ്കിൽ ഒറ്റ നമ്പർ കാണാനുള്ള ഫോർമുല, ഇരട്ട നമ്പേഴ്സ് ആണെങ്കിൽ ഇരട്ട സംഖ്യ കാണാനുള്ള ഫോർമുല, അല്ലെങ്കിൽ ആദ്യത്തെ പദവും പൊതുവ്യത്യാസവും ഡിയും തന്നിട്ടുണ്ടെങ്കിൽ വേറെ ഫോർമുല ഉണ്ട്. അപ്പൊ ഇവിടെ പക്ഷെ നമുക്ക് എളുപ്പം കാണാനായിട്ട് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ഈ ഫോർമുല വെച്ചാൽ നമ്മൾ ചെയ്യുള്ളൂ. അപ്പൊ ഒന്നാമത്തെ പദം നമുക്ക് കിട്ടി 11. ഇനി n കിട്ടി എത്രയാണ്? 25. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിലെത്രയാണ്? xn ആണ് കണ്ടുപിടിക്കേണ്ടത്. xn കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. എന്താ നമ്മുടെ കയ്യിലുള്ള ഫോർമുല? xn is equal to algebraic form dn plus f minus d. കാണും. dn plus f minus d കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 25ാമത്തെ പദം കാണാനുള്ളത് കിട്ടും. അപ്പോ xn എന്ന് പറഞ്ഞാൽ n 25 ആണ്. 25ാമത്തെ പദം കാണാൻ is equal to x 25 is equal to d. എത്രയാണ് ആദ്യം കണ്ടുപിടിച്ച്? d നമ്മളിവിടെ കണ്ടുപിടിക്കണം. d is equal to 22 minus 11. എത്ര എഴുതാം? 22 11 കുറച്ചാൽ 11 തന്നെയല്ലേ? 33 22 കുറച്ചാൽ 11 ആണ്. സോ d 11 കിട്ടി. അപ്പൊ ഇവിടെ ഏതൊക്കെ നമുക്ക് കിട്ടി? x1 കിട്ടി, d കിട്ടി, n കിട്ടി 25 ആണെന്ന്. ഇനി നമുക്ക് അപ്പൊ ഇവിടുത്തെ ഫോർമുല നോക്ക്. n കിട്ടിയിട്ടുണ്ട്, x1 കിട്ടിയിട്ടുണ്ട്. ഇനി xn ആണ് കണ്ടുപിടിക്കുന്നത്. ഈ xn കണ്ടുപിടിക്കാൻ ഈ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. എന്താണ്? ആൽജിബ്രിക് ഫോം. നമ്മൾ എഴുതിയതാണ് ബീജഗണിത രൂപം. xn കാണാനുള്ള ബീജഗണിത രൂപം എന്താണ്? dn plus f minus d. dn plus f minus d. d എത്രയാ കിട്ടിയത്? 11 into n. n എത്രയാ? 25 പ്ലസ് f മൈനസ് d. f എത്രയാ? ഫസ്റ്റ് ടേം 11 മൈനസ് d എത്രയാ? 11. അപ്പൊ 11 മൈനസ് 11 എത്രയാ? 0 അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? 11 x 25 കാണണമെങ്കിൽ എന്ത് ചെയ്യണം?
25 ഇൻറ്റു 11 എത്ര കിട്ടി? 25 75. അപ്പൊ 5 275. അപ്പോ xn is equal to നമുക്കിപ്പോ കിട്ടി. അടുത്ത സ്റ്റെപ്പ് എഴുതി വയ്ക്കാം. xn എത്ര കിട്ടി? 275 എഴുതിയോ? അപ്പൊ ഇതിൽ നമ്മളിപ്പോ എന്തൊക്കെയാണ് ഇതേ പാറ്റേണിലാണ് എല്ലാ കണക്കും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോ ഏതാ ഫോർമുല? n/2 ഇൻറ്റു x1 പ്ലസ് xn. ആദ്യ പദം പ്ലസ് അവസാന പദം കിട്ടിയില്ലേ? അതിലെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്. n 12 25 പദങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ d കണ്ടുപിടിച്ചു. കാരണം xn കാണണമെങ്കിൽ dn പ്ലസ് f മൈനസ് d ആണ്. അപ്പോ 25ാമത്തെ പദം എത്രയാ? 11 ഇൻറ്റു 275 പ്ലസ് 0 ഇസ് ഈക്വൽ ടു 275 തന്നെ അല്ലെ? 275 ഡിഗ്രി. ഇനി നമ്മൾ തുക കാണാൻ പോവാം. ഇനി തുക കാണുന്നെങ്കിൽ എന്ത് ചെയ്യേ? ഇപ്പൊ ഒന്നാമത്തെ പദം കിട്ടി, n കിട്ടി, അവസാനത്തെ പദം കിട്ടി. അപ്പൊ ഫോർമുല പറഞ്ഞോ. തുക കാണാനുള്ള ഫോർമുല n/2. n എത്രയാ? 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഒന്നാമത്തെ ടേം 11 പ്ലസ് ലാസ്റ്റ് ടേം 275 കിട്ടിയേ? ഇനി വേഗം അത് ചെയ്യാം. അതിലെന്താ കിട്ടുന്നത് നമുക്ക്? 271 11 കൂടി കൂട്ടണം അല്ലെ? 275 11 കൂടി കൂട്ടാം. 6 7 1 8 2 286. അപ്പോ 25/2 ഇൻറ്റു 286. വെട്ടിക്കളഞ്ഞൂടെ? ഇത് വെട്ടിക്കളയാം. എത്രയാ? 1 4 3 143 ഇൻറ്റു 25 നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഉത്തരം നമുക്ക് കിട്ടിയ എത്രയാണ്? ഇത് ഇൻറ്റു ചെയ്യാം. 143 ഇൻറ്റു 25 ഇൻറ്റു ചെയ്യുമ്പോ 3575 ഉത്തരം ഇൻറ്റു ചെയ്ത് നോക്കാട്ടോ നിങ്ങള്. 143 25 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 3575 കിട്ടിയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. ഇനി എല്ലാം ഈ പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. ഈ സെറ്റ് ഫുള്ള് ചെയ്യാനായിട്ട് 25 പദങ്ങളുടെ തുക കാണാനായിട്ട് ഫസ്റ്റ് അടുത്തത് എഴുതിക്കോ. 12 23 24 സീക്വൻസ് ആണ്. 12 23 24. അതിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് 25 ടേംസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ 25 പദങ്ങൾ കാണാം. ആദ്യത്തെ 25 പദങ്ങൾ കാണണമെങ്കിൽ എന്താ? നമുക്ക് 25ാമത്തെ പദം എത്ര കിട്ടി? നമ്മുടെ ഫോർമുല ഏതാ? ഈ ഫോർമുല തന്നെ എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലെ? അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടണം? ഇതിൽ നമുക്ക് എന്തൊക്കെ കിട്ടണം? x1 തന്നിട്ടുണ്ട്. x1 തന്നിട്ടില്ലേ? x1 തന്നിട്ടുണ്ട്. എത്രയാ? 12. d എത്രയാ? സോറി n is equal to എത്ര? 25. പിന്നെ xn കിട്ടണം. xn കിട്ടണമെങ്കിൽ അതിനുള്ള ഫോർമുലയാണ് dn പ്ലസ് f മൈനസ് d അല്ലെ? f മൈനസ് d. അതില് d കണ്ടുപിടിക്കണം. d കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഈ ഫോർമുലയിലേക്ക് xn കിട്ടുള്ളൂ. അപ്പൊ d എത്രയാണെന്ന് ആദ്യം നോക്കാം. 23 നിന്ന് 23 മൈനസ് 12 എത്രയാ കിട്ടുന്നത്? 3 മൈനസ് 2 1 2 മൈനസ് 1 1 11 ആണ് d. d is equal to 11. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ എന്തൊക്കെ കണ്ടുപിടിക്കണം? x1 കണ്ടുപിടിക്കാം. n നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 25. d കണ്ടുപിടിക്കണം. എന്നാലാണ് നമുക്ക് xn കിട്ടുക. xn കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് അല്ലേ? അപ്പോ ഇതെന്താ കിട്ടുന്നത്? xn dn. d എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ എത്രയാണ്? 11 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ എത്രയാ? 25 അല്ലെ? പ്ലസ് f മൈനസ് d. f എത്രയാ?
12 മൈനസ് ഡി എത്രയാ 11. 12 മൈനസ് 11 എത്ര കിട്ടുന്നത് 1. ഒന്നല്ലേ കിട്ടുന്നത്. ഇനി 11 മൈനസ് 25 നമ്മൾ ചെയ്ത നേരത്തെ കണക്കിൽ നമ്മൾ ചെയ്ത 25നെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടി 5 7 275. ജസ്റ്റ് ബിഫോറുള്ള കണക്കിൽ നമുക്ക് കിട്ടി എത്രയാണ് 275 പ്ലസ് എത്ര കിട്ടി 1. അപ്പൊ എത്രയാ 276. എക്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി 276. ഇനി അടുത്ത ചെയ്തൂടെ. ഇപ്പൊ നമുക്ക് കിട്ടി x1 കിട്ടി, n കിട്ടി, d കിട്ടി, then xn കിട്ടി. xn എത്രയാണ് കിട്ടിയത് xn is equal to 276. ഇനി നമ്മൾ അടുത്തത് കാണേണ്ടത് തുക സം x1 d n xn. ആദ്യത്തെ പദം xn എന്ന് പറഞ്ഞാൽ അവസാനത്തെ പദം. എത്ര പദങ്ങളുണ്ട് 25 പദമുണ്ട്. 11 d ആണ്, കോമൺ ഡിഫറൻസ് ആണ്. ഇനി അടുത്തത് കാണാൻ തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര കിട്ടുന്നത് തുക കാണാനുള്ള ഫോർമുല n/2. n എന്ന് പറഞ്ഞാൽ എത്രയാ 25/2 ഇൻറ്റു ആദ്യത്തെ പദം എത്രയാ 12 പ്ലസ് xn എത്രയാ ഇടുന്നത് 276 അല്ലെ. 12 പ്ലസ് 276. ഇനി കൂട്ടാം. ഏതാ ആദ്യം കൂട്ടേണ്ടത്? ആദ്യം ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് വെട്ടിക്കളയാൻ പാടുള്ളൂ കേട്ടോ. അപ്പോ 276ന്റെ കൂടെ 12 കൂട്ടണം. എത്ര കിട്ടി 288. അപ്പൊ 25/2 ഇൻറ്റു 288. വെട്ടിക്കളഞ്ഞൂടെ സുഖമായിട്ട് വെട്ടിപ്പോ. 2 1 ഇവിടെ 4 4 144 ഇൻറ്റു 25. എല്ലാരും ചെയ്തു നോക്കുക. 144 ഇൻറ്റു 25 3600 ചെയ്തു നോക്കാം. ഇൻറ്റു എഴുതി അവിടെ കാണിക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഇൻറ്റു ചെയ്യാം. 25നെ 144 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. എന്നിട്ട് ഉത്തരം ശരിയാണോ ഞാൻ നാളെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത സീക്വൻസ് അടുത്ത സീക്വൻസ് 21 32 43. ഇതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. 21 32 43. പറഞ്ഞു എത്ര ഉത്തരം കിട്ടുന്നത്. ആദ്യം എന്തൊക്കെ വേണം ഇത് നമ്മൾ പറഞ്ഞു. ഇതാണ് തുക കാണാനുള്ള ഫോർമുല. ആദ്യം എന്ത് വേണം x1 വേണം, പിന്നെ d വേണം, പിന്നെ നമുക്ക് എന്താ n വേണം, അടുത്തത് xn കണ്ടുപിടിക്കണം. ഇത്രയും കണ്ടുപിടിച്ചാൽ നമുക്ക് xn കിട്ടി. xn കിട്ടി കഴിഞ്ഞാൽ പിന്നെ തുക കാണും. ഇത്രയും സ്റ്റെപ്പ് ഉള്ളതൊക്കെ ശരിക്കും ഓർഡറിൽ ചെയ്തോ. ആദ്യം x1 എത്രയാ 21, d 32 21 കുറച്ചാൽ എത്ര കിട്ടി ചെയ്ത് നോക്കാം. 32 മൈനസ് 21 2 1 എത്രയാ 11. d 11 ആണ്. എന്നെത്രയാണ് എന്നിവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എല്ലാത്തിനും 25 പദങ്ങളുടെ തുകയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ xn is equal to ഫോർമുല സോറി xn കാണാനുള്ള ഫോർമുല എന്താണ് dn പ്ലസ് f മൈനസ് d. എന്നിട്ട് ആ ഫോർമുലയിലേക്ക് പോകാൻ പാടുള്ളൂ. തുക കാണാൻ കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് x1 കണ്ടു, d കണ്ടു, n കിട്ടി, xn കിട്ടി. അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പ് തുക. 4 സ്റ്റെപ്പ് ശരിക്കും എഴുതിയാൽ മതി നിങ്ങള്. അപ്പൊ dn എത്രയാ d 11 ഇൻറ്റു 25. എത്ര പ്രാവശ്യം നമ്മൾ ചെയ്ത 25 ഇൻറ്റു 11 ചെയ്തതല്ലേ. എത്ര കിട്ടുന്നത് 275 പ്ലസ് f മൈനസ് d. f എത്രയാ 21 മൈനസ് d 11. 21 11 പോയില്ല. ബാക്കി എത്ര കിട്ടുന്നത് 21 മൈനസ് 11 പറയാ 0 1 എത്ര കിട്ടി 10. അപ്പൊ 11 ഇൻറ്റു 25 ഇപ്പൊ തന്നെ നമ്മൾ ചെയ്തല്ലോ. 2 കണക്കിൽ ചെയ്തു. എത്ര കിട്ടി 275 പ്ലസ് ഇവിടെ എത്രയാ 10. 275 പ്ലസ് 10 എത്രയാ 285 കിട്ടി. അപ്പൊ xn എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി
4 സ്റ്റെപ്പ് കിട്ടിയില്ല എല്ലാവർക്കും. ആദ്യം x1 dn xn. xn ഇപ്പൊ കിട്ടി, നമുക്ക് കിട്ടി, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏതാ ഫോർമുല? dn പ്ലസ് f മൈനസ് d 285. ഇനിയാണ് നമ്മുടെ ചോദ്യം തുക, സമ്മ്. സമ്മ് കാണാൻ ഈ ഫോർമുല എഴുതാട്ടോ. n/2 ഇൻറ്റു x1 പ്ലസ് xn. n/2 എത്രയാ? സമ്മ് കാണാനുള്ള ഫോർമുല S25 അല്ലേ? 25 പദങ്ങളുടെ, അങ്ങനെ എഴുതേണ്ടതല്ലേ? 25 പദങ്ങളുടെ തുക, സം ഓഫ് ദ 25 terms is equal to n/2 25/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എത്ര കിട്ടി? 21. കണ്ടില്ലേ? ലാസ്റ്റ് ടേം എത്ര കിട്ടി? 285. ഇത് രണ്ടും കൂടി കൂട്ടുക. എത്രയാണ്? 21 പ്ലസ് 285. 285ന്റെ കൂടെ 21 കൂട്ടുമ്പോ 6 8 2 10 മറ്റൊന്ന് 306. ഇവിടെ നമുക്ക് കിട്ടുന്നത് 306 കിട്ടും. അപ്പോ 25/2 ഇൻറ്റു 306. ഇത് വെട്ടിപ്പോവില്ലേ? എത്രയാണ്? 15 153. 153 ഇൻറ്റു 25 എത്രയാണെന്ന് നോക്കാം. 153 ഇൻറ്റു 25 നാളേക്ക് അത് ചെയ്തിട്ട് വരാം. എത്ര കിട്ടുന്നത്? ഇവിടെ 3825 ആണ്. പക്ഷെ നിങ്ങൾ ഉത്തരം ചെയ്തു നോക്കണം. ഇൻറ്റു ചെയ്യാട്ടോ. ഞാൻ ഇൻറ്റു ചെയ്തുകൂടെ കാണിക്കുന്നില്ല. 153നെ 25 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഈ തുക കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 19 28 37. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്തൂടെ? അടുത്ത 2 കണക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 19 28 37. ഞാനത് കാണിച്ചു തരാം. പിന്നെ കൂട്ടാനുള്ളതൊന്നും നിങ്ങൾ തന്നെ കൂട്ടാം കേട്ടോ. 2 കണക്കിന്റെ ഹോംവർക്ക് തരാം. പക്ഷെ ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാം. സീക്വൻസ് എഴുതി സ്റ്റെപ്പ് പറഞ്ഞു തരാം. എന്നിട്ട് തന്നെ ചെയ്യാം കേട്ടോ. 19 28 37 ഇതാണ് നമ്മുടെ സീക്വൻസ്. അതിൽ നമുക്ക് കിട്ടി n എത്രയാ പറഞ്ഞിരിക്കുന്നത്? n 25. x1 കിട്ടി എത്രയാണ്? 19 അല്ലെ? ഇനി d കണ്ടുപിടിക്കാം. d കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 28ന്ന് 19 കുറയ്ക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? xn. അത് കഴിഞ്ഞാൽ പിന്നത്തെയാണ് സം ഓഫ് ദ 25. ഇത്രയും ടേംസ് ചെയ്തൂടെ എല്ലാവർക്കും? കിട്ടാത്തവർക്ക് ഞാൻ നാളെ വരുമ്പോ പറഞ്ഞു തരും കേട്ടോ. പക്ഷെ നിങ്ങൾ ചെയ്യാം. അടുത്തൊരു ചോദ്യം കൂടി ഹോംവർക്ക് ആയിട്ട് 2 കണക്ക് സെയിം പാറ്റേൺ തന്നെയാണ്. ചെയ്തതിന്റെ ആവർത്തന വിരസത തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും കിട്ടില്ലേ? ഫസ്റ്റ് ടേം കൂടെ തന്നിട്ടുണ്ട്. 25 പദങ്ങളുടെയാണ്. അപ്പൊ n 25 ആണ്. x1 19 ആണ്. d നമുക്കറിയാം 28ന്ന് 19 കുറയ്ക്കാം. എത്ര കിട്ടുന്നത്? 28ന്ന് 19 കുറച്ചു കഴിഞ്ഞാൽ 9 അല്ലേ? d നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എത്രയാണെന്ന്? 9. ഇനി xn കാണണമെങ്കിൽ ഏതാ ഫോർമുല പറഞ്ഞേ? dn പ്ലസ് f മൈനസ് d. f തന്നിട്ടുണ്ട്, d തന്നിട്ടുണ്ട്, dn കാണാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യനും ഹോംവർക്ക് ആണ്. അതിന്റെ ഇതുപോലെ തന്നെ കാണാം. 1 6 11 1 6 11 അല്ലെ? ഇതാണ് നമുക്ക് സീക്വൻസ്. 1 6 11 ഇങ്ങനെ സീക്വൻസ് പോവാണ്. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിനും ഇതുപോലെ തന്നെ 25 പദങ്ങളുടെ തുക ഒരേപോലത്തെ കണക്കാണ്. ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിന്റെ എന്താണ്? ആദ്യം ഏതൊക്കെ കിട്ടണം നമുക്ക്? n കണ്ടുപിടിക്കണം അല്ലെ? n എത്രയാന്ന് പറഞ്ഞു? 25 പദങ്ങളല്ലേ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് 25 n. x1 ഇവിടെ എത്രയാ? 1 ആണ്. d എത്രയാ? d കണ്ടുപിടിച്ച് നോക്കിയേ. 6 മൈനസ് 1 എത്രയാ? 5 ആണ്. ഇനി xn കണ്ടുപിടിക്കണം. xn കണ്ടുപിടിക്കാനായിട്ട് dn പ്ലസ് f മൈനസ് d. d എന്ന് പറഞ്ഞാൽ കിട്ടി, n കിട്ടിയിട്ടുണ്ട് ഇവിടെ. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1 മൈനസ് d. ചെയ്യൂടേത്. അത് കഴിഞ്ഞാൽ സം കാണാം. സം കാണാനുള്ള ഫോർമുല n ഇൻറ്റു അല്ല n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇവിടെ x1 തന്നിട്ടുണ്ട് 1, xn നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല. അപ്പൊ ഇത്രയും നമുക്ക് സ്റ്റെപ്പ് ചെയ്താൽ ഈ കണക്ക് അവസാനിക്കും. അപ്പൊ ഈ 2 കണക്ക് നാളേക്ക് ഹോംവർക്ക്. ഫസ്റ്റ് 3 കണക്ക് ഒരേപോലത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പൊ അടുത്തത് ഈ രണ്ട് കണക്ക് 4-മത്തെയും 5-മത്തെയും കേട്ടോ. അത് നാളേക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൊണ്ടുവരാം. കിട്ടാത്തവർക്ക് നാളെ വരുമ്പോ ഞാൻ പറഞ്ഞു തരും. ഒരു പുസ്തകം തപ്പണം, നിങ്ങൾ ചെയ്തു നോക്കാം, തന്നെ ചെയ്യാം. കിട്ടണില്ലെങ്കിൽ ഞാൻ നാളെ വരുമ്പോ പറഞ്ഞുതരാം. ആൻസർ ശരിക്കും ചെയ്തിട്ട് വരിക. ഓക്കെ.